തുടങ്ങി ആന്നെ അമ്മ കയറിയാ എല്ലാരും കയറി ഞാനിങ്ങനെ അങ്ങനെയല്ല ഇങ്ങനെ കാണിക്കാൻ പിടിക്കേ അപ്പൊ നമ്മളിന്ന് എവിടേക്ക് പോണേ? കൊടകര ഫെസ്റ്റിന് പോവാണ്. പറയൊന്ന് ആഹ്ലാദം കാണിക്കുക. അപ്പൊ ഞങ്ങൾ ഇന്ന് കൊടകര ഫെസ്റ്റിന് പോവാണ് ഗൈസ്. കൊടകര നിങ്ങൾ നാലുണ്ട് നമ്മൾ എത്തിയിരിക്കുന്നു നമ്മുടെ കൊടകര ഫെസ്റ്റിലേക്ക്. എന്നോട് കുറേ പേര് ചോദിച്ചിട്ടാ ഞാൻ ഈ വീഡിയോ ഇടാൻ നേരം വൈകിയാണ്. കൊടകര ഫെസ്റ്റിന് പോയില്ലേ എന്ന്. അപ്പം എനിക്ക് മനസ്സിലായി എൻ്റെ വീഡിയോസ് ഒക്കെ കുറേ ആൾക്കാർ കാണുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇന്ന് നമ്മുടെ കൊടകര ഫെസ്റ്റ് എത്തിയിരിക്കുകയാണ്. ഞങ്ങളെല്ലാവരും കൂടി ആദ്യം തന്നെ നമ്മുടെ 100 രൂപയുടെ ടിക്കറ്റ് എടുത്ത് നമ്മളിതേ കൊടകര ഫെസ്റ്റിൻ്റെ എൻട്രൻസ് തന്നെ മത്സ്യകന്യക അവിടെ കിടന്നിങ്ങനെ ഇതുകൊണ്ട് എന്താ അല്ലേ നല്ല രസമുണ്ട്. എന്താ സ്ട്രക്ചർ ആ വയറൊക്കെ ഒട്ടിക്കിടക്കണ കാണുമ്പോൾ സമ്മതിക്കണം കേട്ടോ. ഇത്രയും നേരം ഇങ്ങനെ വെള്ളത്തിൽ കിടക്കാൻ ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യനാന്ന് തോന്നില്ല. ശരിക്കും ഒരു മത്സ്യകന്യകമാതിരി തന്നെ നല്ല സ്ട്രക്ചർ തന്നെ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ കുറേ നേരം ആ മത്സ്യകന്യകനെ നോക്കി അവിടെ വരുന്നു. അങ്ങനെ നമ്മളിതേ പെറ്റ്ഷോടെ അതിൻ്റെ ഉള്ളിലെത്തിയിട്ടുണ്ട്. നിറച്ച് കിളികളുണ്ട്. കിളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറന്ന് കിടക്കുന്നുണ്ട്. അത് നല്ല രസമുണ്ടായി കാണാൻ. അതിൻ്റെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറന്ന് കിടക്കുന്നുണ്ട്. പിന്നെ കുറേ മരങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കുറച്ചങ്ങോട്ട് പോകുമ്പോൾ ആ മെക്കോവ എന്നല്ല പറയാ, പക്ഷേ ഇങ്ങനെ അതുകൊണ്ട്. പിന്നെ അതേ ഒരു മലമ്പാമ്പ്, അത് ചത്തതാണോ എന്താണോ എന്നറിയില്ല, ഞാൻ കണ്ടില്ല അത് അനങ്ങണത് കേട്ടോ. പിന്നെ മെക്കാവനിങ്ങനെ കുറേ ആൾക്കാരിങ്ങനെ വെക്കുന്നുണ്ട്. പിന്നെ ഇത് ചീങ്കണ്ണി ഒരു ചെറിയ ഇതുണ്ട്. ഇത്രയാണ് ഈ പെറ്റ് ഷോ എന്ന് പറയാൻ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ഈ മലമ്പാമ്പ് കണ്ട അതൊന്നും അനങ്ങണം കൂടിയില്ല. അതൊക്കെ കഴുത്തിലിടാൻ ആൾക്കാർ നിന്നുണ്ട് കേട്ടോ. എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഭാഗത്തേക്കേ പോയില്ല. ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിങ്ങോട്ട് പോന്നു. അത് കഴിഞ്ഞാൽ പിന്നെ കുറേ ഷോപ്പുകളാണ് കേട്ടോ ഉള്ളത്. ആദ്യം തന്നെ കുറേ മിഠായികളുടെ ഷോപ്പുണ്ട്. അവിടെ കയറി ആദ്യത്തേന് എല്ലാ തരം മിഠായികളും മേടിച്ചിട്ടുണ്ട്. നമ്മുടെ പണ്ടത്തെ ഈ കോയിൻ മിഠായിയും അതൊക്കെ. പക്ഷേ ഇതൊന്നും ഒരു സാധനം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ കഴിച്ചു നോക്കിയിട്ട് എനിക്കിഷ്ടമേ ഇല്ല. ഞാനാകെ കഴിച്ച് നോക്കിയത് ആ ഗോൾഡ് കോയിൻ്റെ മിഠായിയും ആ മാംഗോ ബൈറ്റും ആണ് കേട്ടോ. അതാണ് എനിക്ക് ഇഷ്ടമാഞ്ഞത്. ബാക്കിയൊന്നും ഞാൻ അങ്ങനെ ടേസ്റ്റ് ഒന്നും നോക്കിയില്ല. സ്വർണ്ണ കോയിൻ വിഷ് കഴിഞ്ഞിട്ടോ. മിഠായി മിഠായാണ്. ഞാനത് കഴിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിൽ പോയി. ഇതെത്രയാ? അങ്ങനെ നമ്മുടെ ഷഷ്ടിക്കൊക്കെ ഇങ്ങനെ നമ്മുടെ കുറേ കച്ചവടക്കാരുണ്ടാവില്ലേ, അതേമാതിരി കുറേ സ്റ്റാളുകൾ ഇട്ടുണ്ട്. കുറേ ഒന്നും അവർ സ്റ്റാൾ ഉണ്ടായിരുന്നില്ല കേട്ടോ, കുറേ പ്ലേസ്. പിന്നെ ഇത് ഈ സംഭവം ഉണ്ടല്ലോ, ഇത് ഞാൻ ഇതിന് മുമ്പ് തൃശ്ശൂർ പോയപ്പോൾ വാങ്ങിച്ചതാണ്. നിങ്ങൾക്ക് കറണ്ട് ചാർജ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സംഭവം വാങ്ങിച്ചോട്ടാ. ഞാനത് മേടിച്ചിപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞിട്ടുണ്ട്. ഈ വേനൽക്കാലത്താണ് ഇപ്പോൾ കുറച്ച് കൂടി കൂടുതലായത് കറണ്ട് ചാർജ്. പക്ഷേ 2-3-4 മാസമായിട്ട് ഞങ്ങൾക്ക് കറണ്ട് ചാർജ് വളരെ കുറവായിരുന്നു ഈ സംഭവം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ. അത് നിങ്ങളൊന്ന് വേണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയോളൂ. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അങ്ങോട്ട് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ.
കിട്ടുള്ളൂ. അതിൻ്റെ വില ഞാനിപ്പോൾ എന്താ അത്ര അന്ന് ചോദിച്ചില്ല, ഞാൻ അന്ന് 1500 അങ്ങാണ്ട വാങ്ങിച്ചെന്ന് തോന്നുന്നുണ്ട്. പിന്നെ അതേ ക്ലീനിങ്ങിൻ്റെ ഐറ്റംസ് അങ്ങനെ കുറേ സ്റ്റാളുകളുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കണ്ടു പോകാമെന്നല്ലാണ്ട് ഒന്നും വേറെ വാങ്ങിക്കാനൊന്നും നിന്നില്ല. അതേ കുറേ ആൾക്കാർക്ക് കച്ചവടം ഭയങ്കര മോശമായ കാരണമുള്ള വിഷമങ്ങളും അവരുടെ മുഖത്ത് കാണാം കേട്ടോ. പിന്നെ ഞാൻ ഈ സംഭവം മേടിച്ചു കേട്ടോ, നമ്മുടെ ചന്ദനത്തിൻ്റെ സ്മെല്ലൊക്കെ ഉള്ളത്. അത് 100 രൂപയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, 100-150 അത് 2-3 ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ പിള്ളേർക്കത് ഈ പേസ്ട്രീസ് കണ്ടപ്പോൾ അതും വാങ്ങിച്ചിട്ടുണ്ടായി കുറച്ച്. ഇതൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവരിന്ന് കഴിച്ചിരുന്നു കേട്ടോ. കുഴപ്പമുണ്ടായിരുന്നില്ല, അത്ര വലിയ ടേസ്റ്റ് എന്ന് പറയാനില്ല, കുഴപ്പമുണ്ടായിരുന്നില്ല കഴിക്കാം. അതെത്രയാ? പകുതി കിട്ടുമോ? അങ്ങനെ നമ്മൾ പെറ്റ് ഷോയും കുറേ സ്റ്റാളുകളൊക്കെ കണ്ടു കഴിഞ്ഞത് ഒരു ഗാനമേള ഗ്രൗണ്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഗാനമേള ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ചെന്നപ്പോൾ ഗാനമേളയായിരുന്നു, വേറെ ദിവസം എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അവിടെ കുറേ ആൾക്കാർ കസേരയൊക്കെ ഇട്ടിട്ടുള്ള കാരണം കുറേ നമുക്ക് ഇരിക്കാം സമാധാനമായിട്ട്. പിന്നെ അവിടെ ഫുഡ് സ്റ്റോളുണ്ട്. അപ്പോൾ പിന്നെ അതേ കണ്ടില്ലേ, ഓരോരുത്തരും ഓരോ സ്ഥലത്തേക്ക് പോയി ഇതൊക്കെ വാങ്ങിച്ച് കഴിക്കലായിരുന്നു. നല്ലോണം കാശ് ചിലവാകും ഈ ഫുഡ് കോർട്ടിൻ്റെ അവിടെ ഇരുന്നാൽ. അപ്പോൾ അതേ പിള്ളേരുകളൊക്കെ ഓരോന്ന് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ കൊടകര ഫെസ്റ്റിലുള്ള കലാപരിപാടികൾ കേട്ടോ. അത് കഴിഞ്ഞിട്ട് പുറത്ത് നമ്മുടെ എന്താ പറയുക വഞ്ചിയൊക്കെ ഉണ്ട്. പിന്നെ വഞ്ചിയുണ്ട്, കുറച്ച് കുട്ടികൾക്ക് കളിക്കാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അത് പുറത്ത് നിന്ന് നിങ്ങൾക്ക് ചെല്ലുമ്പോൾ കാണാൻ പറ്റും. അത് നമ്മൾ പൈസ കൊടുത്ത് വേറെ റൈഡിൽ കയറലാണ് കേട്ടോ. ഈ 100 രൂപയുടെ കൂപ്പൺ കൊടുത്ത് നമ്മൾ ഈ സംഭവങ്ങളിലൊക്കെ കയറിയിട്ടാണ് പുറത്തിറങ്ങുക. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ കൊടകര ഫെസ്റ്റിൻ്റെ വിശേഷങ്ങൾ. ഒരു 1 ടൈം വിസിറ്റാണ് കേട്ടോ. നമുക്ക് 100 രൂപ കൊടുത്ത് വെറുതെ നമ്മൾ ഈ കുട്ടികൾക്ക് സ്കൂൾ വെക്കേഷനാണ്, അപ്പോൾ നമുക്ക് ഒന്ന് ചുറ്റിക്കറങ്ങാൻ പോവാം, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഇതെപ്പോഴും ഞാൻ ലാസ്റ്റ് പറയുന്നല്ലാണ്ട് ആരും ലൈക്ക് ചെയ്യണ കാണാറില്ല, ഒന്ന് ലൈക്ക് ചെയ്യടോ. അപ്പോൾ നമുക്ക് കാണാട്ടോ അടുത്ത വീഡിയോ ആയിട്ട്. ടാറ്റാ.